ഇത് അന്തരംഗ സാധന, ബഹിരംഗ സാധന, ഇത് ആപേക്ഷികമാണ്. ഇപ്പൊ ഒരാള് കോഴിക്കോട് നിന്ന് അദ്വൈതാശ്രമത്തിലേക്ക് വരികയാണ്, കോഴിക്കോട് നിന്ന് കൊളത്തൂർ അദ്വൈതാശ്രമത്തിലേക്ക് വരികയാണ്. അയാളെ സംബന്ധിച്ച് ബഹിരംഗ സാധന എന്ന് പറഞ്ഞാൽ കൊളത്തൂർ എത്തലാണ്. കൊളത്തൂർ എത്തിക്കഴിഞ്ഞിട്ട് അവിടുന്ന് അദ്വൈതാശ്രമത്തിലേക്ക് വരല് അന്തരംഗ സാധനയാണ്. എന്നാൽ ദൂരെ നിന്ന് ഒരാൾ വരിക, അയാളെ സംബന്ധിച്ച് ബഹിരംഗം കോഴിക്കോട് വരെ എത്തല, കോഴിക്കോട് നിങ്ങട്ട് എത്തല അന്തരംഗ. ഇത് ആപേക്ഷിക, അത് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെയൊക്കെ പലതിലേക്ക് ഛിന്ന ഭിന്നമായി പോകുന്ന ഇന്ദ്രിയങ്ങളും മനസ്സും ഒട്ടും ഏകാഗ്രതയില്ലാത്ത ബുദ്ധിയും ഒക്കെ ആയിട്ടിരിക്കണ അവസ്ഥയിൽ ആദ്യം തന്നെ അവയൊക്കെ ഒന്ന് മെരുക്കണം. ആദ്യം വേണ്ടത്. ഒരാളൊരു ഗുരുനാഥന്റെ അടുത്ത് പോയി ചോദിച്ചു, ഗുരുനാഥ അങ്ങ് വേദാന്തം പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. ഗുരുനാഥൻ പറഞ്ഞു, ഇരുന്നാ പഠിപ്പിക്കാം. ഉടനെ ഇവൻ അവിടെ അങ്ങ് ഇരുന്ന് ഞമ്മറം പടിഞ്ഞ്. ഗുരു പഠിപ്പിക്കുന്നില്ല, ഇപ്പം കാത്തിരിക്കുക തന്നെ. എന്ത് കൊല്ലങ്ങൾ ഇരുന്നിട്ടും ഗുരു മുണ്ടുന്നില്ല. അപ്പൊ എന്താ ഗുരു ആദ്യം പറഞ്ഞേ? ഇരുന്നാ പഠിപ്പിക്കാം. പിന്നെന്താ ഇരുന്നിട്ട് പഠിപ്പിക്കാഞ്ഞേ? ഇരുന്നിട്ടില്ല, അവന്റെ ശരീരേ ഇരുന്നിട്ടുള്ളൂ. അതെ, അവന്റെ മനസ്സ് മുഴുവൻ എന്താ ഗുരു പഠിപ്പിക്കാത്ത? ഗുരു ശരിയില്ല, ഇരുന്നാ പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഇയാൾ ആള് കള്ളനാണ്, ദക്ഷിണയാഴ്ച ആദ്യം വാങ്ങി വെക്കുകയും ചെയ്തു. ഇല്ലെങ്കിൽ ഇത് പോവായിരുന്നു. പ്രശ്നമാണ്. അങ്ങനെ വാക്ക് മാറ്റുക. അപ്പൊ ആദ്യം ഇരിക്കണം. അപ്പൊ ഇരിക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള സാധനങ്ങളൊക്കെ ചെയ്യണം. അത് ഓരോ വ്യക്തിക്കും വിഭിന്നമായിരിക്കും. അർച്ചനയാവട്ടെ, പൂജയാകട്ടെ, ഹോമമാകട്ടെ, പാഠമാകട്ടെ, പറമ്പില് കിളക്കലാകട്ടെ, മറ്റു സേവാപ്രവർത്തനങ്ങളാവട്ടെ, രാഷ്ട്രീയമാവട്ടെ, കച്ചവടമാകട്ടെ, കൃഷിയാവട്ടെ, ഇന്നതൊന്നുമില്ല.